സ്നാപ്സീഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. പക്ഷെ നമുക്കൊരു ബാങ്കർ ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും അതിലുള്ള എല്ലാ ടൂൾസിന്റെ ആവശ്യമില്ല, ശരിയല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ശരിക്കും ഒരു അടിപൊളി ബാങ്കർ ഫോട്ടോ എങ്ങനെ വെറും 5 ടൂൾസ് മാത്രം യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനാണ്. ഈ ഫോട്ടോ മാത്രമല്ല, നമുക്ക് ഏത് ഫോട്ടോ വെറും 5 ടൂൾസ് മാത്രം യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അപ്പൊ ബി റെഡി വിത്ത് യുവർ ഫോൺ. അപ്പൊ ഫോണിൽ ഓപ്പൺ ചെയ്യാം, നമ്മുടെ ഫോട്ടോ ഏതാ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഫൈൻ, ഹിയർ ഐ ഹാവ് ചോസൻ ദിസ് പിക്ചർ. ഡു യു റിയലി വാണ്ട് ടു നോ വേർ ദിസ് ഫോട്ടോ ഈസ് ടേക്കൻ ഫ്രം? അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും തന്നെ ഞാൻ പറയാം, നമ്മുടെ ഫോട്ടോഗ്രാഫി ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ വട്ടവടക്കകത്ത്, അപ്പൊ അവിടെ നിന്ന് എടുത്ത് ചെറിയൊരു ഫോട്ടോ ആണ് ഇത്. ഓക്കെ, ഓക്കെ. അപ്പൊ ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ്, നമുക്ക് എന്തായാലും ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം എങ്ങനെ ഈ ഫോട്ടോ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു ബോധം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഫോട്ടോനെ ഒരു രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രീ പ്ലാനും ഇല്ലാതെ എഡിറ്റ് ചെയ്ത് ചുമ്മാ എല്ലാം കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസും അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചെന്ന് വെച്ചാൽ ഫോട്ടോ ഒരു ചിലപ്പോൾ മേ ബി ഒരു ബോർ ലെവലിലേക്ക് എത്താം. ഓക്കെ, ഒരു പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എത്തിക്കാന്ന് വെച്ചാൽ ക്ലീൻ അല്ലേ, നൈസ്. സോ ദ ഫസ്റ്റ് വൺ ഹിയർ ഈസ് ക്രോപ്പ്. നമ്മളെല്ലാ ഫോട്ടോവിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എടുത്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ക്രോപ്പിംഗ്. അപ്പൊ ഞാൻ പിക്ചർ ക്രോപ്പ് ചെയ്യാനായിട്ട് കറക്റ്റ് ടൂൾസിനകത്ത് നിന്ന് ക്രോപ്പ് ടച്ച് ചെയ്ത് കറക്റ്റ് സബ്ജക്റ്റിന് നടുവിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്തെടുത്ത് നൈസ്, ലുക്കിംഗ് പ്രെറ്റി ഗുഡ് അല്ലേ? അപ്പൊ അടുത്തതെന്ന് പറയുന്നത് നമ്പർ 2 ഈസ് ട്യൂൺ ഇമേജ്. നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ട്യൂൺ ഇമേജ് എന്ന് പറയുന്നത്. അതായത് ടൂൾസിനകത്തിൽ നിന്ന് ട്യൂൺ ഇമേജ് എടുക്കുക. ഫൈൻ. സോ ഇതിനകത്ത് കാണുന്ന എല്ലാ സ്ക്രോളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളെല്ലാ സ്ക്രോളിലും കളിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു റേറ്റിംഗ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ഓക്കെ, സോ എൻ്റെ മനസ്സിലുള്ള ഈ ഇമേജ് എന്ന് പറയുന്നത് കുറച്ച് ആംബിയന്റ് ആയിട്ടുള്ള, കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, എന്താ പറയാ, അപ്പാർട്ട് ഫ്രം നോർമൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എൻ്റെ മനസ്സിൽ കണ്ട ഒരു ഇമേജ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്. ആ രീതിക്ക് ഞാൻ അതിനെ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആ വാല്യൂ ഇട്ട് കൊടുക്കും to reach that final image. So these are my values. ഞാൻ സൈഡ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്ത് നിന്നിട്ട് ഒരു ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ മേ ബി യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഫോട്ടോ. അപ്പോൾ ട്യൂൺ ഇമേജിനകത്ത് നമ്മൾ ഇഷ്ടമായിട്ടുള്ള വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ആൻഡ് ദെൻ കംസ് ദ തേർഡ് വൺ, കേർവ്സ്. ടൂൾസിനകത്ത് നിന്ന് കേർവ്സ് എടുക്കുക. കേർവ്സിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോന്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കേർവ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കേർവ് ഓരോ സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോന്റെ ലൈറ്റിംഗ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. ലിറ്ററലി ഞാൻ കേർവ്സിന്റെ വലിയൊരു ഫാൻ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോട്ടോന് കേർവ്സ് ഭയങ്കരമായിട്ട് കൊടുക്കുന്നില്ല. ചെറിയ രീതിയിൽ കൊടുത്ത സെഷൻ ഞാൻ അടുത്ത സെഷനിലേക്ക് വരികയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേർവ്സ് കൊടുത്താൽ മതി, ഇഷ്ടമില്ലാത്തവര് നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അടുത്ത സെഷൻ ഈസ് ഹീലിംഗ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുള്ളും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു ടൂളാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫോട്ടോനകത്ത് കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, തിങ്സ്, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഒറ്റ നോട്ടത്തിൽ ഫോട്ടോ ഈ കാണുന്ന ഫോട്ടോന് ഒരു കുഴപ്പമില്ല ഒറ്റ നോട്ടത്തിൽ. ബട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പല സാധനങ്ങളും ഒഴിവായി പോയെന്ന് വെച്ചാൽ ഫോട്ടോ അടിപൊളി വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. സോ നമ്മുടെ ഫോട്ടോ ഒന്ന് കുറച്ച് ക്ഷമയോടെ ഇരുന്നൊന്ന് സൂക്ഷിച്ച് നോക്കുക. എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും, ഷുവറായിട്ടുണ്ടാവും. എല്ലാ ഫോട്ടോനകത്തും കാണുന്നതാണ്, എത്ര വലിയ ഫോട്ടോ ആയാലും. സോ അതിനെ നമുക്ക് മാറ്റി കളയാനാണ് ഈ ഹീലിങ്ങിന്റെ ആവശ്യം. സോ എൻ്റെ ഫോട്ടോനകത്ത് ഈ ഇലക്ട്രിക് ലൈൻസ് ഉണ്ട്, താഴെ ഈ ലീവ്സും ഉണ്ട്. സോ ഈ 2 സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ല. സോ അത് മാച്ച് കളയാനായിട്ട് ഞാൻ ചുമ്മാ ടൂൾസിനകത്ത് ഹീലിനകത്ത് ചുമ്മാ വിരലിട്ടിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഏത് സാധനമാണ് നമുക്ക് വേണ്ടാത്ത അതിന് പുറത്ത് കറക്റ്റ് വിരലിട്ട് വരച്ചെന്ന് വെച്ചാൽ വി ക്യാൻ എറേസ് ദാറ്റ്. ബട്ട് ഹീൽ ചെയ്ത് മാച്ചുകളൊന്നും ഒരു ആവശ്യമില്ല നമുക്ക്. ഈ ഫോട്ടോ ഓൾറെഡി നല്ല ഫോട്ടോ ആണ്. ബട്ട് ഹീൽ ചെയ്ത് മാച്ചതിന് ശേഷം ഈ ഫോട്ടോ കുറച്ചുകൂടി ബെറ്റർ ഫോട്ടോ ആയി അല്ലേ. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഈ ചെറിയ കുഞ്ഞു ഡിഫറൻസ് ആണ് ഒരു ഫോട്ടോനെ, ഒരു നോർമൽ ഫോട്ടോനെ ഒരു ലെവലപ്പ് ഫോട്ടോയായി മാറ്റിയെടുക്കുന്നത്. ആൻഡ് ഫൈനലി ദ ഫിഫ്ത്ത് വൺ, ദ ഫാന്റാസ്റ്റിക് വിനിയറ്റ്. വിനിയറ്റ് എന്നല്ലേ പറയാ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലേ? Hey Siri, how do you pronounce Vignette? Hey Vicky, Vignette is pronounced as vignette. Perfect. Vignette is the last thing. Like നമ്മളെല്ലാ ഫോട്ടോന് അവസാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വിനിയറ്റ് എന്ന് പറയുന്ന കാര്യം. ലൈക്ക് ഐസിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ കേക്ക്. അപ്പൊ വിനിയറ്റ് എവിടെ നിന്ന് എടുക്കാന്ന് അറിയില്ല. ടൂൾസിനകത്ത് നിന്ന് ഏറ്റവും താഴെ വന്നെന്ന് വെച്ചാൽ വിനിയറ്റിന് കാണും. ടച്ച് ഇറ്റ്, എന്നിട്ട് നമുക്ക് കറക്റ്റ് ആ ഡാർക്ക് ഇങ്ങനെ ഡിക്രീസ് ചെയ്യാം. കറക്റ്റ് ഏകദേശം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാല്യൂയിലേക്ക് കൊണ്ട് നിർത്തിയ ശേഷം ബൂം, ഓക്കെ, ടിക്ക് കരോ, ഖുഷി കരോ, നൈസ്. ഇപ്പൊ ഫോട്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ലൈക്ക്
വാട്ട്സ് ദ യൂസ് ഓഫ് വിനിയറ്റ്? കുറെ പേര് വിനിയറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ വാട്ട്സ് ദ യൂസ് ഓഫ് വിനിയറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് ഞാനൊരു എക്സാമ്പിളിൽ ഇട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ സെൻട്രൽ നിൽക്കുന്ന സബ്ജക്റ്റ് റാബി, അതാണ് അവൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുറ്റും വിനിയറ്റ് ഇട്ടു, ചുറ്റും ബ്ലാക്കായി. ഓക്കെ, സോ നടുവിലുള്ള സെൻറ്ററിലുള്ള സബ്ജക്റ്റ് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അൺവാണ്ടഡ് ആയിട്ടുള്ള സൈഡിലുള്ള സ്പേസ് മുഴുവൻ നമ്മൾ ബ്ലാക്ക് ഇട്ട് കവർ ചെയ്ത്, ഇല്ലാന്ന് വെച്ചാൽ ഡാർക്ക് ആക്കി വെച്ച്. ഓക്കെ, സോ ഡാർക്ക് ആവുന്ന ഭാഗത്തിലേക്ക് വ്യൂവേഴ്സിൻ്റെ ഐസ് പെട്ടെന്ന് പോകത്തില്ല. സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആണ് സെൻറ്ററിലുള്ളത്, അത് മാത്രം അവർ ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എന്താണോ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവൻ സെൻറ്ററിൽ നിൽക്കുന്നതാണ്. സോ റാബിനെ കറക്റ്റായിട്ട് നമുക്ക് വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ക്ലീൻ അല്ലേ? നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് വിട്ട് ഇനി ആകെയുള്ള ബാക്കിയുള്ള സ്ഥലം എന്ന് പറയുന്നത് സെൻറ്ററിലുള്ള സബ്ജക്റ്റ് ആണ്. അത് കറക്റ്റായിട്ട് വ്യൂവേഴ്സിന് കാണാനും പറ്റും. സോ ദാറ്റ്സ് വിനിയറ്റ് 4. വെരി സിമ്പിൾ ബട്ട് യെറ്റ് പവർഫുൾ. So these are the 5 important tools you needed to edit a photo on Snapseed. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല, ഇത് മാത്രം മതി ശരിക്കും. ലൈക്ക് ലിറ്ററലി ഈ വെറും ഒരു 5 ടൂൾസ് മാത്രം മതി നമ്മൾ സ്നാപ്സീഡിനകത്ത് ഇതുപോലെയുള്ള അടിപൊളി ബാങ്ക് ഓഫ് ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ. സിമ്പിൾ അല്ലേ? നൈസ്. സോ ഗ്രാബ് യുവർ ഫോൺ ആൻഡ് സ്റ്റാർട്ട് എഡിറ്റിംഗ് വിത്ത് ദീസ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒന്ന് ടാഗ് ചെയ്യുക. ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ എനിക്ക് നിങ്ങൾ എത്രത്തോളം ഈ വീഡിയോ മനസ്സിലാക്കി എഡിറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതുപോലെയുള്ള ഒരു ബാങ്കർ അടിപൊളി കണ്ടന്റ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, വെരി സൂൺ. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ബാങ്കർ കണ്ടന്റ്. ബൈ ബൈ. അപ്പോൾ ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ക്രിയേറ്റീവ് for the viewers to convey what we are giving. So it's so easy for us to convey what we are. ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം.